നിങ്ങളിപ്പോൾ നേരിടുന്ന കൊടുങ്കാറ്റ് എന്താണ്? ദൈവത്തിനിത് എൻ്റെ ജീവിതത്തിൽ ഉപയോഗിക്കാൻ ഒരു വഴിയുമില്ല എന്ന് നിങ്ങൾ പറയുന്ന ഏത് സാഹചര്യമാണ് നിങ്ങളിപ്പോൾ നേരിടുന്നത്? ഒരുപക്ഷെ നിങ്ങൾ വിവാഹമോചനത്തിലൂടെ കടന്നു പോകുന്നുണ്ടാകാം. പക്ഷേ കാഴ്ചയിൽ ഒരു പ്രതീക്ഷയും ഇല്ലായിരിക്കാം. ഒരുപക്ഷെ നിങ്ങളുടെ ജോലി നഷ്ടപ്പെട്ടിരിക്കാം. ജീവിതത്തിൽ നിങ്ങൾ കടന്നു പോകുന്ന കൊടുങ്കാറ്റ് എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ നിങ്ങൾ കടന്നു പോകുന്ന കാര്യം തന്നെ ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഒന്നാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന് കൊടുങ്കാറ്റുകളും പരീക്ഷണങ്ങളും ഉപയോഗിക്കാൻ കഴിയും. ദൈവം നിയന്ത്രണത്തിലാണ്. ഗോഡ് ഈസ് ഇൻ കൺട്രോൾ. നിങ്ങളുടെ ജീവിതത്തിൽ അവൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രവൃത്തി അവനുണ്ട്. അതിനാൽ കൊടുങ്കാറ്റും മേഘങ്ങളും ഒക്കെ ഉയരുന്നത് കാണുമ്പോൾ പിന്മാറരുത്. ജീവിതത്തിൽ നാം നേരിടുന്ന ഏത് കൊടുങ്കാറ്റിലൂടെയും നമ്മെ രക്ഷിക്കുമെന്ന് ദൈവം വാഗ്ദത്തം ചെയ്തു. സങ്കീർത്തനം 46:1 പറയുന്നു, ദൈവം നമ്മുടെ സങ്കേതവും ബലവും കഷ്ടതയിൽ നമ്മുടെ എക്കാലത്തെയും സഹായവുമാണ്. അതിനാൽ നാം ഭയപ്പെടുകയില്ല. എന്ത് സംഭവിച്ചാലും രക്ഷകനെ അറിയുന്നതിനാൽ നാം ഭയപ്പെടുകയില്ല. നിങ്ങളുടെ തലയ്ക്ക് മുകളിലൂടെ വരുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന വെള്ളം യേശുക്രിസ്തുവിൻ്റെ കാലിനടിയിലാണെന്ന് ഓർക്കുക. നിങ്ങളുടെ തലയ്ക്ക് മുകളിലൂടെ വരുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന വെള്ളം അത് യേശുവിൻ്റെ കാലിനടിയിലാണ്. ഒരു നിമിഷം യേശു കടലിന് മുകളിലൂടെ നടക്കുന്നത് നിങ്ങൾ സങ്കല്പിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അവനൊരു മാർബിൾ തറയിൽ നടക്കുന്നത് പോലെ കടലിന് മുകളിലൂടെ നടക്കുന്നു. ശിഷ്യന്മാർ എന്തിനെയാണ് ഭയപ്പെട്ടത്? ശിഷ്യന്മാർ മുങ്ങി മരിക്കുമെന്ന് ഭയപ്പെട്ടു. അവർ വെള്ളത്തെ ഭയപ്പെട്ടു. എന്നാൽ യേശു ആ വെള്ളത്തിന്മേൽ പൂർണ്ണമായും വിജയിച്ചുവെന്ന് കാണിച്ചു. നിങ്ങളുടെ കൊടുങ്കാറ്റിന് മുകളിലൂടെ പൂർണ്ണമായും വിജയിച്ച യേശുവിനെ ഇന്ന് നിങ്ങൾ സങ്കല്പിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവം അവനെ ഉയർത്തിയെന്ന് ബൈബിൾ പറയുന്നു. ഈ ലോകത്തിലും വരാനിരിക്കുന്ന ലോകത്തിലും എല്ലാ ഭരണകൂടങ്ങൾക്കും എല്ലാ ശക്തികൾക്കും എല്ലാ നാമങ്ങൾക്കും മുകളിലാണ് അവൻ എന്ന് തിരുവെഴുത്ത് പറയുന്നു. അനീതിയുടെ നടുവിലും വേദനയുടെ നടുവിലും നിഗൂഢതയുടെ നടുവിലും നിങ്ങൾക്ക് ഗ്രഹിക്കാൻ പ്രയാസമായിരിക്കാം. ഒരുപക്ഷെ എനിക്ക് ഗ്രഹിക്കുവാൻ കഴിയും. തീർച്ചയായും ദൈവത്തിൻ്റെ വഴികൾ നമുക്ക് നിഗൂഢമാണ്. രാജാക്കന്മാരുടെ രാജാവും പ്രഭുക്കന്മാരുടെ കർത്താവും എല്ലാ ദൈവങ്ങളുടെയും ദൈവവുമായി യേശു വിജയകരമായി നടക്കുന്നുവെന്ന് നമ്മളിപ്പോഴും വിശ്വസിക്കുന്നു. നിങ്ങളുടെ കൊടുങ്കാറ്റിനെ അവൻ നിയന്ത്രണത്തിലാക്കിയിരിക്കുന്നു. അതിനാൽ അടുത്ത തവണ നിങ്ങൾ ആ വേദനയിലൂടെ കടന്നു പോകുമ്പോൾ യേശുവിനെ അന്വേഷിക്കുക. മൂടൽമഞ്ഞിലൂടെ അവനെ നോക്കുക. കാറ്റിലൂടെ നോക്കുക. മഴയിലൂടെ നോക്കുക. നിങ്ങളുടെ രക്ഷകനെ അന്വേഷിക്കുക. ഒരു ഭക്തൻ ഇങ്ങനെ പറഞ്ഞു, അവൻ വരുന്നു. നിങ്ങൾക്ക് അവനെ കാണാൻ കഴിയാത്ത അത്ര ഇരുട്ടാണ്, പക്ഷേ അവൻ വരുന്നു. നിങ്ങൾ ഒറ്റയ്ക്ക് നശിക്കുന്നത് കണ്ടിട്ട് അവനെ നിങ്ങളെ ഇട്ടേച്ചു പോകാൻ കഴിയില്ല. ഇത് ശ്രദ്ധിക്കുക. നിങ്ങൾ ഏറ്റവും ഭയപ്പെടുന്ന തിരമാലകൾക്ക് മുകളിലൂടെയാണ് അവൻ വരുന്നത്. നിങ്ങളെ അടിച്ചു തകർക്കാൻ ഭീഷണിപ്പെടുത്തുന്ന അതേ തിരമാലകൾ തന്നെയാണ് അവൻ്റെ അനുഗ്രഹീത പാദങ്ങളുടെ നടപ്പാത. നിങ്ങളെ തകർക്കാൻ ഭീഷണിപ്പെടുത്തുന്ന അതേ തിരമാലകൾ തന്നെയാണ് അവൻ്റെ അനുഗ്രഹീത പാദങ്ങളുടെ നടപ്പാത എന്നോർക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ താല്പര്യമില്ലാത്ത ഒരു ദൈവത്തെ നിങ്ങൾ സേവിക്കുകയും പിന്തുടരുകയും ചെയ്യുന്നില്ല. അവൻ കരുണയുള്ളവനാണ്. അവൻ കരുതലുള്ളവനാണ്. അവൻ സഹായിക്കാൻ ആഗ്രഹിക്കുന്നു. ജീവിതം ദുഷ്കരമാകുമ്പോൾ ആ കൊടുങ്കാറ്റിൻ്റെ നടുവിൽ അതിൻ്റെ എല്ലാ കാറ്റുകളും നിങ്ങളെ പറത്തിവിടാൻ ശ്രമിക്കുമ്പോൾ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെക്കുറിച്ച് നിങ്ങളെ ഓർമ്മിപ്പിക്കുമോ? തീർച്ചയായും. ബൈബിൾ വിവിധ വാഗ്ദത്തങ്ങളാൽ നിറഞ്ഞിരിക്കുകയാണ്. അവയിലൊന്നിനെ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാം. എബ്രായർ 13 ദൈവം പറയുന്നതായി നാം വായിക്കുന്നു, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. എൻ്റെ സുഹൃത്തെ, ഇന്ന് നമുക്ക് ദൈവത്തെ കാണാൻ കഴിയാത്ത ഇരുട്ടിൻ്റെ സമയങ്ങളുണ്ട്. പക്ഷെ ദൈവം നമ്മെ കാണുന്നു. ജീവിതത്തിൽ സമ്മർദ്ദമുണ്ടാകുമ്പോൾ നമ്മൾ ദൈവത്തെ കാണുന്നതിനേക്കാൾ പ്രധാനം ദൈവം നമ്മെ കാണുന്നുവെന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ. ഇന്ന് എൻ്റെ സുഹൃത്തെ, ദൈവം നിങ്ങളെ കാണുന്നു. ആ വിവാഹത്തിൽ അവൻ നിങ്ങളെ കാണുന്നു. ആ വീട്ടിൽ അവൻ നിങ്ങളെ കാണുന്നു. ആ സാഹചര്യങ്ങളിൽ അവൻ നിങ്ങളെ കാണുന്നു. അതുകൊണ്ട് ധൈര്യപ്പെടുക. നമുക്കവനെ കാണാൻ കഴിയാത്ത സമയങ്ങളുണ്ട്, പക്ഷെ അവൻ നമ്മെ കാണുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കാനോ കാണാനോ കഴിയില്ലായിരിക്കാം. പക്ഷെ അതിനർത്ഥം അവൻ അവിടെ ഇല്ല എന്നല്ല. അവൻ അവിടെയുണ്ട്. ഞാൻ അവനെ അനുഭവിക്കുന്നത് കൊണ്ടല്ല, മറിച്ച് അവൻ ഉണ്ടാകുമെന്ന് വാഗ്ദത്തം ചെയ്തതുകൊണ്ടാണ്. ചിലപ്പോൾ ദൈവം കൊടുങ്കാറ്റുകളെ ശാന്തമാക്കുന്നു. ചിലപ്പോൾ അവൻ നമ്മോടൊപ്പം അവയിലൂടെ നടക്കുന്നു. രണ്ടും നല്ലതാണെന്ന് ഞാൻ കരുതുകയാണ്. എന്നാൽ ദൈവം കൊടുങ്കാറ്റുകളെ ശാന്തമാക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ അവൻ നമ്മോടൊപ്പം അവയിലൂടെ നടക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അതിനാൽ കൊടുങ്കാറ്റ് വരുമ്പോൾ കൊടുങ്കാറ്റിൽ നിന്നുള്ള മോചനം നാം പ്രതീക്ഷിക്കുന്നു. എന്നാൽ ദൈവം പറയുകയാണ്, നിങ്ങളുടെ ജീവിതത്തിലെ ഈ കൊടുങ്കാറ്റിനെ കുറിച്ചുള്ള എൻ്റെ പദ്ധതി നിങ്ങളെ കൊടുങ്കാറ്റിൽ നിന്ന് രക്ഷിക്കുക എന്നതല്ല, കൊടുങ്കാറ്റിലൂടെ നിങ്ങളോടൊപ്പം നടക്കുക, കൊടുങ്കാറ്റിലൂടെ എന്തെങ്കിലും പഠിപ്പിക്കുക, കൊടുങ്കാറ്റിലൂടെ നിങ്ങളെ ശക്തിപ്പെടുത്താൻ സഹായിക്കുക, കൊടുങ്കാറ്റിലൂടെ നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുക എന്നതാണ്. എൻ്റെ സുഹൃത്തെ, ഇന്ന് നിങ്ങൾ ഒരു കൊടുങ്കാറ്റിൻ്റെ മധ്യത്തിലാണെങ്കിൽ നിങ്ങൾ തെറ്റായ വ്യക്തിയെ വിവാഹം കഴിച്ചുവെന്ന് അർത്ഥമാക്കുന്നില്ല. നിങ്ങൾ തെറ്റായ ജോലിയിൽ ഇപ്പോൾ ആണെന്ന് അർത്ഥമാക്കുന്നില്ല. നിങ്ങൾ ചില മോശം തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടെന്ന് അർത്ഥമാക്കുന്നില്ല.
നമ്മളങ്ങനെ ചെയ്യുന്ന സമയങ്ങളുണ്ടെങ്കിലും വസ്തുത ഇതാണ്: ഏറ്റവും വിശുദ്ധമായ പാത എല്ലായ്പ്പോഴും ഏറ്റവും സുഗമമായ പാതയല്ല. ദൈവിക നിയോഗത്താൽ ദൈവം നമ്മെ കൊടുങ്കാറ്റുകളിലേക്ക് നയിക്കുന്നു എന്ന് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. പ്രോത്സാഹിപ്പിക്കപ്പെടുക. ഈ കൊടുങ്കാറ്റുകൾക്കിടയിൽ കൊടുങ്കാറ്റുകൾ നമ്മെ പഠിപ്പിക്കുന്നതിനാൽ നിങ്ങൾ തീർച്ചയായും ദൈവഹിതം ചെയ്യുന്നുണ്ടാകാം എന്നറിയുക. ക്രിസ്തുവിനോടുള്ള അനുസരണത്തിൽ നമുക്ക് ചിലപ്പോൾ അവ നേരിടേണ്ടി വരുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ വിപ്ലവം സൃഷ്ടിക്കാനും നിങ്ങൾ വേദനയിലൂടെ കടന്നു പോകുന്ന രീതിയിൽ വിപ്ലവം സൃഷ്ടിക്കാനും കഴിയുമെന്ന് ഞാൻ കരുതുന്ന ഒരു സത്യം ഞാനിപ്പോൾ നിങ്ങൾക്ക് നൽകാൻ ആഗ്രഹിക്കുകയാണ്. അതിതാണ്: ചിലപ്പോൾ ദൈവം നമുക്ക് വേണ്ടിയുള്ള നല്ല പദ്ധതികളിൽ മോശം കാര്യങ്ങൾ സംഭവിക്കുന്നു. ദാവീദിനെക്കുറിച്ച് ദൈവത്തിന് വലിയ പദ്ധതികൾ ഉണ്ടായിരുന്നുവെന്ന് കാണാൻ നിങ്ങൾ ചെയ്യേണ്ടത് ബൈബിളിൽ നോക്കുക മാത്രമാണ്. അവനൊരു രാജാവാകാനുള്ള പദ്ധതികളും ഇസ്രായേലിനെ അഭിവൃദ്ധിപ്പെടുത്താനുള്ള പദ്ധതികളും. എന്നിട്ടും ഒരു ഭ്രാന്തൻ രാജാവ് അവനെ പിന്തുടരുകയും അവൻ്റെ നേരെ കുന്തമെറിയുകയും കൊല്ലാൻ ശ്രമിക്കുകയും വരെ ചെയ്തു. ദാവീദിനെക്കുറിച്ച് ദൈവത്തിന് നല്ല പദ്ധതി ഉണ്ടായിരുന്നു, പക്ഷെ മോശം കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചു. യെശയ്യാവിനും യിരെമ്യാവിനും വേണ്ടി ദൈവത്തിന് നല്ല പദ്ധതി ഉണ്ടായിരുന്നു. അവരുടെ ജീവിതത്തിലും മോശം കാര്യങ്ങൾ സംഭവിച്ചു. ദൈവത്തിന് ഏലിയാവിനെക്കുറിച്ചും നല്ല പദ്ധതി ഉണ്ടായിരുന്നു. എന്നിട്ടും ഒരു ഭ്രാന്തിയായ രാജ്ഞി അവനെ വേട്ടയാടി കൊല്ലാൻ ശ്രമിച്ചു. ദൈവം അവനെ കൊല്ലണമെന്ന് പോലും അവൻ ആഗ്രഹിച്ചുപോയി. ദൈവത്തിന് തൻ്റെ ജനത്തിനായി വലിയ പദ്ധതികളുണ്ട്. എന്നാൽ ചിലപ്പോൾ ആ വലിയ പദ്ധതികളിൽ മോശം കാര്യങ്ങൾ സംഭവിക്കുന്നു. കാരണം താഴ്വരകൾ, കൊടുങ്കാറ്റുകൾ, പരീക്ഷണങ്ങൾ എന്നിവ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഭാഗമാണ്. പ്രശസ്ത പ്രസംഗകനായ ചാൾസ് സ്പർജൻ ഇങ്ങനെ പറഞ്ഞു: ക്രിസ്ത്യാനി തൻ്റെ നഷ്ടങ്ങളിലൂടെയാണ് നേട്ടം കൈവരിക്കുന്നത്. രോഗത്തിലൂടെയാണ് അവൻ ആരോഗ്യം നേടുന്നത്. ദുഃഖങ്ങളിലൂടെയാണ് അവൻ സുഹൃത്തുക്കളെ നേടുന്നത്. തോൽവികളിലൂടെയാണ് അവനൊരു ജേതാവാകുന്നത്. അതിനാൽ ഒരു ക്രിസ്ത്യാനിക്ക് ദോഷകരമാകാൻ മറ്റൊന്നില്ല. കാരണം അവൻ്റെ സ്വർണ്ണ കപ്പലുകൾ വീട്ടിലേക്ക് കഴുകാൻ വേണ്ടിയുള്ള പരുക്കൻ തിരമാലകൾ മാത്രമാണ് ഇത്. എത്ര മനോഹരമായൊരു ചിത്രമാണത്! ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിലെ പരീക്ഷണങ്ങൾ അവരുടെ സ്വർണ്ണ കപ്പലുകളെ വീട്ടിലേക്ക് തള്ളിവിടുന്ന തിരമാലകൾ മാത്രമാണ് എന്നാണ് സ്പർജൻ പറഞ്ഞത്. ക്രിസ്ത്യാനി, നിങ്ങളും ഞാനും ഒരു യാത്രയിലാണ്. നമ്മൾ വീട്ടിലേക്ക് പോകുന്നു. ഇത് നമ്മുടെ വീടല്ല, നമ്മൾ വീട്ടിലേക്ക് പോകുന്നു. ഈ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന പരീക്ഷണങ്ങളും കഷ്ടപ്പാടുകളും നമ്മെ നമ്മുടെ ആത്യന്തിക ഭവനമായ സ്വർഗത്തിലേക്ക് മുന്നോട്ട് തള്ളിവിടുന്ന തിരമാലകൾ മാത്രമാണ്. നിങ്ങൾ ഭയപ്പെടുന്ന നിങ്ങളുടെ ജീവിതത്തിലെ കൊടുങ്കാറ്റിനെ തന്നെയാണ് ദൈവം നിങ്ങളെ സുരക്ഷിതമായ തീരങ്ങളിലേക്ക് കൊണ്ടുവരാൻ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നത്. കാരണം ദൈവം നമ്മളോട് പറയുന്നത്: ഇപ്പോൾ നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നില്ലേ? ഞാൻ നിങ്ങളെ നല്ല സ്ഥലത്തേക്ക് കൊണ്ടുപോകുകയാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ലേ? നമ്മൾ ഈ റോഡ് യാത്രയിലാണ്. നമ്മൾ ഈ ഒരു യാത്രയിലാണ്. ചിലപ്പോഴൊക്കെ നമ്മൾ പോകുന്ന സ്ഥലങ്ങൾ ഒരു മരുഭൂമി പോലെ തോന്നിയേക്കാം. ദൈവമേ, നീ എന്തിനാണ് എന്നെ ഇവിടെ നയിക്കുന്നത്? ഇതെങ്ങനെയാണ് ദൈവത്തിൻ്റെ കരുതലാകുന്നത്? ഇതെങ്ങനെയാണ് എൻ്റെ ജീവിതത്തിനായുള്ള നിൻ്റെ പദ്ധതിയാകുന്നത് എന്നൊക്കെ നമ്മൾ ചോദിക്കുന്നു. അവൻ മുൻ സീറ്റിലിരുന്ന് പറയുകയാണ്: നീ എന്നെ വിശ്വസിച്ചാൽ, എനിക്ക് കുറച്ചുകൂടി സമയം തന്നാൽ നമ്മൾ എവിടേക്കാണ് പോകുന്നതെന്ന് നിങ്ങൾക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ട് യെശയ്യാവ് 43:2 പറയുന്നു: നീ വെള്ളത്തിലൂടെ കടക്കുമ്പോൾ ഞാൻ നിന്നോടൊപ്പം ഉണ്ടാകും. നീ നദികളിലൂടെ കടക്കുമ്പോൾ അവ നിന്നെ കവിഞ്ഞൊഴുകുകയില്ല. നീ തീയിലൂടെ നടക്കുമ്പോൾ നീ വെന്തു പോകുകയില്ല. ഈ ദൈവവചനം നിങ്ങളെ ധൈര്യപ്പെടുത്തട്ടെ.